ഹലോ ഈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു സിമ്പിൾ സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പം ആപ്ലിക്കേഷൻ്റെ പേര് നെക്സിഫൈ എന്നാണ്. സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഈ കാണുന്ന ആപ്ലിക്കേഷൻ. ബാക്കി വരുന്ന ഈ രണ്ട് ആപ്ലിക്കേഷൻസ് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റി ആയുള്ള ടാസ്കുകളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോയിൻസ് ഏൺ ചെയ്യാം. ഏൺ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത് നിങ്ങളുടെ യു പി ഐയിലോട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വിഡ്രോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റീചാർജും കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോ അടിക്കാം, യു പി ഐയിലോട്ട് വിഡ്രോ അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഗിഫ്റ്റ് കാർഡ് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കറൻറ്റ് ആമസോൺ ഗിഫ്റ്റ് കാർഡാണ് ഉള്ളത്. ഓക്കെ, സോ അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് പറ്റും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. സോ അതുകൊണ്ടാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇവരുടെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, സോ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ താഴെയായിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഇതിലോട്ടൊന്ന് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. താഴെയായിട്ട് നോക്കാനുള്ള ആപ്പ് ടാസ്ക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടാസ്കുകളുണ്ട്. ഓക്കെ, സോറി രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ബാലൻസ് ആൻഡ് ഹിസ്റ്ററി, ട്രാൻസ്ഫർ മണി, മൊബൈൽ റീചാർജ്, ലിങ്ക് ടാസ്ക്, പ്രോമോ കോഡ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മുകളിൽ നോക്കാൻ പ്രൊഫൈൽ കാര്യങ്ങളുണ്ട്. എൻ്റെ ഉള്ള ബാലൻസ് കാണാൻ പറ്റും. 579 കോയിൻസ് എൻ്റെ ഉണ്ട്. ഞാനത് സെൽഫായിട്ട് തന്നെ ഏൺ ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇതിൽ വരുന്നത് ശരിക്കും നമുക്ക് ആപ്പ് ടാസ്ക്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആയിട്ട് ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ 3 ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു പുതിയ ആപ്ലിക്കേഷൻസ് അവിടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഇപ്പോൾ 110 കോയിൻസ് ആണ് കാണുന്നത്. അപ്പോൾ 110 കോയിൻസ് കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡെയിലി 110 കോയിൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹിന്ദി കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് ഉണ്ട്, 2 ആപ്പ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ആപ്പ് ഓൾറെഡി എൻ്റെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓരോണി കാണാത്തത്. ഓക്കെ, 3 ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ഹിന്ദി കാർട്ടൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആപ്പിൻ്റെ സൈസ് കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് ടാസ്ക് എന്നോട് കാണാൻ പറ്റും. ഓക്കെ, താഴെയായിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നത് ഈ ഒരു നെക്സിഫൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെ ആ ഒരു കമ്പനിയുടെ തന്നെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും വെബ് നെക്സ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, അതായത് ആ ഒരു സെയിം കമ്പനിയുടെ ആപ്ലിക്കേഷൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് കുറച്ച് സൈസ് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് വരുന്നുള്ളൂ, സൈസ് വരുന്നുള്ളൂ. ഓക്കെ, കുറച്ച് MB വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നെക്സിഫൈയിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ആ ഒരു ഇമെയിൽ ID ഉണ്ടല്ലോ. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ഏത് മെയിൽ ID ആണ് നിങ്ങൾ യൂസ് ചെയ്തത് ആ ഒരു ഇമെയിൽ ID വെച്ചിട്ട് തന്നെ നിങ്ങളിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് കറക്റ്റ് ആ ഒരു Gmail വെച്ച് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഡെയിലി സ്പിൻ ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പിന്നിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഡെയിലി 12 സ്പിൻ നിങ്ങൾ വരുന്നത്. അതിൽ നിങ്ങൾക്ക് 9 എണ്ണം നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 12 എണ്ണം വരും. 12 എണ്ണം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം 12 എണ്ണം കംപ്ലീറ്റ് ചെയ്ത ശേഷം വാലറ്റിൽ വരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്പിന്നിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പിന്നിൽ ക്ലിക്കുമ്പോൾ റാൻഡായിട്ട് സ്പിൻ ആവും. നമുക്ക് റാൻഡായിട്ട് കുറച്ച് കോയിൻസ് കിട്ടും. ഇപ്പോൾ 12 കോയിൻസ് കിട്ടി. ഓക്കേയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് വന്നു. ആഡ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ആഡ് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ എൻ്റെ ബാലൻസ് ആഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് 2 സ്പിന്നാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറച്ചുകൂടി, അതായത് കുറച്ച് ഫാസ്റ്റിൽ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോവുക. അതായത് ഈ ഒരു ആപ്പ് നമ്മൾ ജസ്റ്റ് ബാക്ക് പോയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനോട് വരാം. അതിനുശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, എലഗൻ ബസാർ. അപ്പോൾ ഇതിലെ ടാസ്കുകൾ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇന്നത്തെ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ റെഡീം ചെയ്തു. അതായത് ഇതിൽ നിന്ന് നമ്മൾ ചെയ്തതിന് ശേഷം ഇതിൽ കോയിൻസ് ഏൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വാലറ്റ് ഉണ്ടല്ലേ, ഈ ഒരു വാലറ്റിൽ വന്നതിന് ശേഷം സുഖമായിട്ട് വാലറ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 0 ബാലൻസ് ആണ്. ഞാൻ ഇന്നലത്തെ റെഡീം ചെയ്തു. റെഡീം ബാലൻസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നെക്സിഫൈ ആപ്പിലോട്ട് വരാണ് ഞാൻ. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്യാത്ത വേം സ്കിൻ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ടാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ. ജസ്റ്റ് 18 MB ആണ് സൈസ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾ കറക്റ്റ് ആ ഒരു ഇതിൽ യൂസ് ചെയ്തത് ഇപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതായത് നിങ്ങൾ ആ ഒരു നെക്സിഫൈൽ യൂസ് ചെയ്ത ആ ഒരു കറക്റ്റ് Gmail ID തന്നെ കൊടുക്കും. അപ്പോൾ ഞാനത് തന്നെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റും സൈൻ അപ്പ് സക്സസ്ഫുൾ. ഇനി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സ്പിൻ ആൻഡ് വിൻ എന്നോട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എൻ്റെ മുകളിൽ കുറച്ച് കോയിൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്പിൻ ആൻഡ് വിന്നിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോയ ശേഷം ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഇടാൻ അറിയാമല്ലോ. ഓക്കെ, ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ എലഗൻ ബസാറിൽ ഇതിൽ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താണ്. അപ്പോൾ ഞാൻ ഹിന്ദി കാർട്ടൂൺ എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ആയിട്ട് ഞാനിവിടെ സ്പിന്നിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്പിന്നിൽ ക്ലിക്ക് ചെയ്തു.
എന്നിട്ട് ഒരേ സമയം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഇവിടെ സ്പിൻ ചെയ്യുക. ഓക്കെ, ആദ്യത്തേൽ നിങ്ങൾ സ്പിൻ ചെയ്യുക, പിന്നെ അടുത്തതിൽ ഇവിടെ വന്നിട്ട് ഇവിടെയും സ്പിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിലെ ടാസ്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിൽ ആഡ് വന്നിട്ടുണ്ട്, മറ്റേ ആപ്ലിക്കേഷനിൽ ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അത് ക്ലോസ് ചെയ്യുക. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ അത് ക്ലോസ് ആയിപ്പോയി. അതായത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി വേണം ടച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടൈം അധികം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ രണ്ട് ആപ്ലിക്കേഷനിൽ ടാസ്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് അവിടെ വന്നിട്ടുണ്ട്. ഓക്കേയിൽ ക്ലിക്ക് ചെയ്തു. ഓക്കേയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കേട്ടോ, സ്റ്റൈൽ ഇവിടെ ഓക്കേയിൽ ക്ലിക്ക് ചെയ്യണം എന്നാലേ അതാവുള്ളൂ. ഓക്കെ, ഓക്കേയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ആഡ് വന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോയിൻസ് ഇവിടെ ആഡായി. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് മറ്റ് ആപ്ലിക്കേഷനിൽ ആഡ് പ്ലേ ആവുന്നുണ്ട്. അതിനുശേഷം സ്കിപ്പ് ചെയ്യുക. അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത ആഡ്സ് വരും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും, അവിടെ മുകളിൽ ക്ലോസ് ബട്ടൺ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത് അതിനിടെ തന്നെ ഇവിടെ ആയിട്ട് അടുത്ത സ്പിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പിൻ ചെയ്തു. ഞാൻ ഇവിടെ മുകളിലായിട്ട് അത് ഓക്കെ അതിൽ ക്ലോസ് ചെയ്തപ്പോൾ അത് ആപ്പ് ആയിട്ട് ക്ലോസ് ആയിപ്പോയി. ഓക്കെ, ഇവിടെ ഇതുപോലുള്ള ആഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ബാലൻസ് ആഡായി. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ രീതിക്കാണ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ റെഡി, ഞാൻ ടാസ്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇനി വാലറ്റിൽ പോവാണ്. അപ്പോൾ വാലറ്റിൽ പോയിട്ട് റെഡീം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൽ എൻ്റെ ബാലൻസ് കാണിച്ചു തരാം. അപ്പോൾ നോക്കാൻ നല്ല പ്രൊഫൈൽ എടുക്കുകയാണ്. അപ്പോൾ കാണാൻ പറ്റും കറണ്ട് ബാലൻസ് 579 കോയിൻസാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരെ റെഡീം ബാലൻസിൽ കൊടുക്കുകയാണ്. ആഡ് വന്നിട്ട് ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്യണം. സോ ആഡ്സ് ഞാൻ ക്ലോസ് ചെയ്തു. കാണാൻ പറ്റും കോയിൻ ട്രാൻസ്ഫർ ടു നെക്സ്ഫൈ അക്കൗണ്ട് സക്സസ്ഫുള്ളി എന്നിട്ട് കാണാൻ പറ്റും. സോ ഓക്കേയിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് നേരെ നമ്മളെ നെക്സ്ഫൈ ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം, റീഫ്രഷ് ചെയ്യാം. 579 കോയിൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കോയിൻസ് ആയിരുന്നു. ഓക്കെ, 743 കോയിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ രീതിക്കാണ് നിങ്ങൾ കോയിൻസ് ഏൺ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് നാളെയും വന്നിട്ട് അതിലെ ടാസ്ക് അതിൽ സ്പിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കാണാൻ പറ്റും ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒന്ന് പോയിട്ടുണ്ട്, അത് കുറച്ച് മുമ്പ് വരും. ഓക്കെ, സോ ഈ 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ 3 ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. 300 അല്ല ഒരു 400 കോയിൻസോളം നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാം. 400 അല്ല അതിന് മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും 3 ആപ്ലിക്കേഷനും കൂടിയിട്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ വരുന്ന ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ലിങ്ക് ടാസ്ക് എന്നോട് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് നാനോ ലിങ്ക്സ് ഷ്രിങ്ക് ഫോർ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇവിടെ നാനോ ലിങ്ക്സ് ഇവിടെ വരുന്ന ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു കുറച്ച് ടാസ്ക് ഉണ്ടാവും, ഡെയിലി വേറെ ടാസ്കുകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, വേറെ പേജിലോട്ട് പോകും. അപ്പോൾ ആ ഒരു പേജിൽ പോയതിന് ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഷോർട്ടൻ ചെയ്തിട്ടുള്ള ലിങ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇവിടെ നമ്മൾ ഒരു 5 സെക്കൻഡ് അതായത് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 10 സെക്കൻഡ് ചെയ്തതിന് ശേഷം അടുത്ത ക്യാപ്ച ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാപ്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു പേജിലോട്ട് മെയിൻ പേജിലോട്ട് പോകുന്നവരെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 20 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അവരുടെ ഐ എം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും ടാസ്ക് കംപ്ലീറ്റ് ഗോ ടു ആപ്പ് എന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ബാക്ക് പോകാം. ബാക്ക് പോയിട്ട് ആപ്പിൽ പോകുമ്പോൾ കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇനി ഒരു ടാസ്ക് കൂടി ഉണ്ട്, അതും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കോയിൻസ് ഏൺ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏണിംഗ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ പ്രോമോ കോഡ് ഉണ്ട്. പ്രോമോ കോഡിൽ നിങ്ങൾ നെക്സിഫൈ എന്ന് ജസ്റ്റ് ഒന്ന് ആപ്പിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ അതിൽ ക്ലെയിം ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കോയിൻസ് കിട്ടും. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരുന്നത്. ഇനി നമുക്കിതിൽ വിഡ്രോയിൽ നോക്കാം. ഓക്കെ, വിഡ്രോ ചെയ്യാനായിട്ട് നേരെ ബാലൻസ് ആൻഡ് ഹിസ്റ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾ ഹിസ്റ്ററി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൊബൈൽ റീചാർജ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 19 റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് 1 GB നെറ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് വരുന്നത്. നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് വേറെ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ ട്രാൻസ്ഫർ മണിയിൽ ക്ലിക്ക് ചെയ്യുക, ബാങ്ക് ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുക. മിനിമം 1299 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ UPIയിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് 1300 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ വിഡ്രോ ചെയ്യാം. പിന്നെ 500 മുകളിലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 10 രൂപ വെച്ച് നിങ്ങൾക്ക് ഡെയിലി അല്ല, നിങ്ങൾക്ക് അങ്ങനെ വിഡ്രോ ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 2-3 ദിവസത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ആണ് പക്കയായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റ് കോഡ് ഉണ്ട്. ഇവിടെ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഇപ്പോൾ കറൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 1050 കോയിൻസിൽ 10 രൂപ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.